Good morning, students. Keam in 2020 ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. If A inverse is equal to 1/11 minus 3, 4, 5 minus 3, then A കണ്ടുപിടിക്കണം. A inverse തന്നിട്ടുണ്ട്, A കണ്ടുപിടിക്കണം. ഇതിന്റെ ഓപ്ഷൻസ് 5 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ A inverse തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം A inverse കാണാനുള്ള ഫോർമുല എന്താണ്? 1/determinant A into adjoint A ആണ്. A inverse കാണാനുള്ള ഫോർമുല 1/determinant A into adjoint A. അപ്പൊ A inverse of inverse കാണാനുള്ള ഫോർമുല എന്തായിരിക്കും? 1/determinant A inverse adjoint A inverse. അപ്പോൾ A inverse കാണാനുള്ള ഫോർമുല 1/determinant A into adjoint A നമ്മൾ പഠിച്ചിട്ടുണ്ട്. A inverse of inverse എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/determinant A inverse into adjoint A inverse. ഇനി A inverse of inverse ആണ് A. അപ്പൊ A inverse of inverse കണ്ടാൽ നമുക്ക് A കിട്ടും. ഇനി അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം determinant A inverse കണ്ടുപിടിക്കാം. determinant A inverse. ഇവിടെ നമ്മള് determinant A inverse എന്താ തന്നിരിക്കുന്നത്? 1/11 minus 3, 4, 5 minus 3. ഞാൻ അതിന്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. minus 3/11, 4/11, 5/11, minus 3/11. ഇങ്ങനെ എടുത്തു. ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടണമെന്ന് നോക്കിയേ. ഇവിടെ ഗുണിച്ചു കഴിയുമ്പോൾ 9/121, then minus 5 into 4, 20/121. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 9 - 20. അപ്പൊ -11/121. -11/121. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, -1/11. അപ്പൊ നമുക്ക് determinant A inverse ഈ ഒരു വാല്യൂ കിട്ടി. determinant A inverse എത്ര കിട്ടി? -1/11 കിട്ടി. ഇനി നമുക്ക് അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find out adjoint A inverse കണ്ടുപിടിക്കണം. adjoint A inverse കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. if A എന്നുള്ളത് A, B, C, D ഒരു മെട്രിക്സ് ആണ്. അതിന്റെ adjoint A എന്ന് പറയുന്നത് then adjoint A എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ adjoint A എന്ന് പറയുന്നത് ഈ മെയിൻ ഡയഗണൽ എലമെന്റ്സ് AD, മെയിൻ ഡയഗണൽ എലമെന്റ്സ് AD എന്നുള്ളത് തിരിച്ചു വയ്ക്കുക. D തിരിച്ചു വയ്ക്കുക, മെയിൻ ഡയഗണൽ എലമെന്റ്സ് തിരിച്ചു വയ്ക്കുക. അതുപോലെ ഓഫ് ഡയഗണൽ എലമെന്റ്സ് ഈ BC യുടെ സൈൻ മാറ്റുക, -B - ഇതാണ് adjoint A. അപ്പോ A എന്നൊരു മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, A എന്നുള്ള ABCD ആണെങ്കിൽ അതിന്റെ adjoint A എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ മെയിൻ ഡയഗണൽ എലമെന്റ്സ് നമ്മൾ നേരെ തിരിച്ചു വയ്ക്കുക, ഇന്റർചേഞ്ച് ചെയ്യുക. AD എന്നുള്ളത് D ആക്കുക. അതുപോലെ ഓഫ് ഡയഗണൽ എലമെന്റ്സ് BC എന്നുള്ളത് സൈൻ തിരിച്ചു വയ്ക്കുക, -B - C ഇതാക്കുക. അപ്പൊ അങ്ങനെ ആക്കിയെടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് നോക്കിയേ, A inverse നമ്മുടെ കയ്യിലുണ്ട്. A inverse എത്രയാണ്? -3/11, 4/11, 5/11, -3/11 ആണ്. Therefore adjoint A inverse എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് അത് തന്നെയാണ്, അത് അങ്ങനെ എഴുതും, -3/11, -3/11. ഇനി ഇവിടെ നമ്മൾ സൈൻ മാറ്റുന്നു, -4/11, -5/11. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് adjoint A inverse കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമുക്ക് ഗുണിച്ചു നോക്കാം, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. Therefore A inverse എന്ന് പറയുന്നത് A is equal to നമ്മൾ പറഞ്ഞു A inverse of inverse. അത് കാണാനുള്ള ഫോർമുല 1/determinant A inverse into adjoint A inverse. 1/determinant A inverse എന്താണ്? ഇപ്പൊ നമ്മൾ A inverse നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ് കിട്ടിയത് നമുക്ക്? -1/11. ഇനി adjoint A inverse ഇപ്പൊ കണ്ടുപിടിച്ച എത്രയാണ്? -3/11, -4/11, -5/11, -3/11. അപ്പൊ ഈ 11 നമുക്ക് മുകളിലോട്ട് കയറും. അപ്പൊ നമുക്ക് -11, -3/11, -4/11, -5/11, -3/11. ഈ -11 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്താണ്? That is equal to 3, 4, 5, 3. ഈ ആൻസർ ഏതുണ്ടോ നോക്കിയേ. ഓപ്ഷൻ D ആണ് ആൻസർ. 3, 4, 5, 3. നമ്മുടെ ആൻസർ എത്രയാണ്? 3, 4, 5, 3. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് A ഇൻവേഴ്സ് ആയിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എന്തായിരുന്നു?
എ ഇൻവേഴ്സ് ആണ് ക്വസ്റ്റിൽ തന്നത്. കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു? എ കണ്ടുപിടിക്കണം. അപ്പൊ എ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? എ എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ഓഫ് എ ഇൻവേഴ്സ്, എ ഇൻവേഴ്സ് ഓഫ് ഇൻവേഴ്സ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1 / ഡിറ്റർമിന്റ് എ ഇൻവേഴ്സ് ഇൻറ്റു അഡ്ജോയിന്റ് എ ഇൻവേഴ്സ്. അപ്പൊ ആദ്യം ഡിറ്റർമിന്റ് എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു, അതിനുശേഷം അഡ്ജോയിന്റ് എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. അഡ്ജോയിന്റ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? ഇഫ് എ ഇസ് ഈക്വൽ ടു എ ബി സി ഡി ഒരു മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ഡയഗണൽ എലമെന്റ് ഇന്റർചേഞ്ച് ചെയ്യാം, ഓഫ് ഡയഗണൽ എലമെന്റ്സ് സൈൻ മാറ്റം, അഡ്ജോയിന്റ് എ കിട്ടും. അതേപോലെ എ ഇൻവേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, എന്റെ അഡ്ജോയിന്റ് എ ഇൻവേഴ്സ് എഴുതാം. അഡ്ജോയിന്റ് എ ഇൻവേഴ്സും കിട്ടി, അതുപോലെ തന്നെ ഡിറ്റർമിന്റ് എ ഇൻവേഴ്സും കിട്ടി. നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി? 3, 4, 5, 3. നമ്മുടെ ഓപ്ഷൻ ടി ആണ് ആൻസർ കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം. Next problem. If -1, 3, 4, -5, 0, 2, then 1, 2, 0, 7. This is equal to -1, 19, alpha, -27, 0, 40. Then the value of alpha, alphയുടെ വാല്യൂ. ഇതിന്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് A5, B4, C7, D -14, E -5. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് അറിയണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് മെട്രിക്സ് എന്താണ്? ഇത് 2 റോയും അല്ലെ, 2 റോയും 3 കോളും. അപ്പൊ നമുക്ക് 3/2 മെട്രിക്സ് ആണ്. രണ്ടാമത്തെ മെട്രിക്സ് എന്താണ്? 2 റോയും 2 കോളും. അപ്പൊ എന്താണ്? 2/2. മൂന്നാമത്തെ മെട്രിക്സ് എന്താണ് വന്നിരിക്കുന്നത്? മൂന്നാമത്തെ മെട്രിക്സ് 2 റോയും 3 കോളും. അപ്പൊ നമുക്ക് 2 റോയും, അപ്പൊ 3/2. അപ്പൊ 3/2, 2/2 എന്ന് പറയുമ്പോൾ നമുക്ക് 3/2. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് മൊത്തം മെട്രിക്സിന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് നമുക്ക് 2 മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്? ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ ഗുണിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് കിട്ടും അല്ലെ. സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ ഗുണിച്ചാൽ സെക്കൻഡ് എലമെന്റ് കിട്ടും. അപ്പൊ സെക്കൻഡ് റോ ഏതാണ്? 4 - 5 ആണ്. 4 കൊണ്ട് നമ്മൾ എന്തിനെ ഗുണിക്കണം? 4 കൊണ്ട് ഇവിടെ ഫസ്റ്റ് കോളത്തെ ഗുണിക്കാം. 4 കൊണ്ട് ഫസ്റ്റ് കോളത്തെ ഗുണിക്കുമ്പോൾ 4 × 1 പ്ലസ് -5 × 0. ഫസ്റ്റ് ഈ സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ ഗുണിക്കുമ്പോൾ 4 × 1 പ്ലസ് -5 × 0. നമുക്ക് എത്ര കിട്ടേണ്ട ആൻസർ? ആൽഫ എന്ന് പറഞ്ഞാൽ 4 = ആൽഫ. ആൽഫ = 4. ഇതിന്റെ ആൻസർ എത്രയാണ്? ബി എന്നുള്ള ആൻസർ ആണ് ശരി, 4. അപ്പൊ ഇത്രയും ചെയ്താൽ മതി. അല്ലാതെ ഇത് മൊത്തം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ആൽഫ എന്നുള്ള എലമെന്റ്, ഈ ആൽഫ എന്ന എലമെന്റ് കിട്ടണമെങ്കിൽ ഈ 2 മെട്രിക്സിലെ ഈ സെക്കൻഡ് റോയിനെ ഫസ്റ്റ് കോളം കൊണ്ട് ഗുണിച്ചാൽ മതി. സെക്കൻഡ് റോയിനെ ഫസ്റ്റ് കോളം കൊണ്ട് ഗുണിക്കുമ്പോൾ 4 × 1 പ്ലസ് -5 × 0. This is equal to alpha. Therefore, 4 is equal to alpha. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് അതിന്റെ ആൻസർ ഗുണിക്കാനൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ. The system of equations. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The system of equations x plus y plus 2z is equal to 4. 3x plus 3y plus 6z equal to 17. 5x minus 3y plus 2z equal to 27. Cos. First, no solution. No solution. B. Finitely many solution. C. Infinitely many solution.
D. Unique and trivial solution. Then E. Unique and non-trivial solution. മൂന്ന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് നമുക്ക്. ഈ മൂന്ന് ഇക്വേഷൻസ് തന്നിട്ട് ചോദിക്കുന്നത് ഇതിന്റെ ഹാസ് നോ സൊല്യൂഷൻ ആണോ, ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ ആണോ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണോ, യുണീക്ക് ആൻഡ് ട്രിവിയൽ സൊല്യൂഷൻ ആണോ, യുണീക്ക് ആൻഡ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണോ എന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം ഈ മൂന്ന് ഇക്വേഷൻസും എന്ത് ഇക്വേഷൻസ് ആണ്? നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. എന്തുകൊണ്ടാണ് നോൺ ഹോമോജീനിയസ് എന്ന് പറയാൻ കാരണം? റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് നോട്ട് ഈക്വൽ 0. റൈറ്റ് ഹാൻഡ് സൈഡ് നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ ഈ മൂന്ന് പോസിബിലിറ്റീസ് വരുള്ളൂ. ഫസ്റ്റ് പോസിബിലിറ്റി നോ സൊല്യൂഷൻ വരാം, ഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ വരാം, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരാം. ഈ രണ്ട് പോസിബിലിറ്റി വരുന്നപ്പോഴാണ് ലാസ്റ്റ് രണ്ട് പോസിബിലിറ്റി വരുന്നത് ഹോമോജീനിയസ് സിസ്റ്റത്തിലാണ്. AX = 0 വരുന്ന കേസ്. ഇത് AX = B not equal 0 വരുന്ന കേസാണ്. അപ്പൊ ആദ്യത്തെ മൂന്ന് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി. ഇവിടെ നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് നോക്കിയേ. x + y + 2z = 4. നമ്മൾ അതിനെ 3 കൊണ്ട് ഗുണിക്കാം. മൾട്ടിപ്ലൈയിങ് ബൈ 3 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ 3x + 3y + 6z = 12 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? 3x + 3y + 6z = 17 എന്നാണ് വന്നിരിക്കുന്നത്. 17. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? 3x + 3y + 6z = 12. ഇവിടെ x + y + 2z = 4. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3x + 3y + 6z = 12. ഇതിന്റെ അർത്ഥം എന്താണ്? These two equations എന്താണ് പ്രത്യേകത? represent two parallel planes. ഈ രണ്ട് ഇക്വേഷനും പാരലൽ പ്ലെയിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ പാരലൽ പ്ലെയിനെ റെപ്രസെന്റ് ചെയ്താൽ എന്താ പ്രത്യേകത? No common point. Therefore, system has no solution. അപ്പോൾ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ ആൻസർ. കണ്ടോ? ഈ these two equation represent. കാരണം ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 3x + 3y + 6z 12 എന്നാണ് കിട്ടിയത്. കണ്ടോ? 12 എന്നാണ് കിട്ടിയത്. അവിടെ നമുക്ക് എന്താ വേണ്ടേ? 3x + 3y + 6z = 17 എന്നാണ്. ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 12 എന്നാണ് കിട്ടിയത്. അപ്പൊ ആ കോൺസ്റ്റന്റ് ടൈമിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ these two equations represent parallel plane ആണ്. പാരലൽ പ്ലെയിനിന്റെ പ്രത്യേകത എന്താണ്? ഒരു കോമൺ പോയിന്റ് ഉണ്ടാവില്ല. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്നാമത്തെ ഇക്വേഷനിലും അതിന് കോമൺ പോയിന്റ് ഉണ്ടാവില്ല. Therefore, system has no solution. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. ആൻസർ നോ സൊല്യൂഷൻ എന്ന ആൻസർ ആണ്. ശരി കേട്ടോ. അല്ലാതെ ഇത് ചെയ്തു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം രൂപം കിട്ടും. പെട്ടെന്ന് ചെയ്തു നോക്കാൻ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ആൻസർ എത്രയായിരുന്നു? ഇവിടെ 12 ആണ് കിട്ടിയത്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? 17 ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? ഈ രണ്ട് ഇക്വേഷൻസും റെപ്രസെന്റ് എ പാരലൽ പ്ലെയിൻ. പാരലൽ പ്ലെയിൻ ആകുമ്പോൾ നോ കോമൺ പോയിന്റ് ഇല്ല എങ്കിൽ നോ സൊല്യൂഷൻ. Therefore, system has no solution. എഴുതി എടുത്തോട്ടോ.